ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. കേന്ദ്രത്തിനെതിരായ കർണാടക സർക്കാരിന്റെ ഡൽഹി സമരത്തിന് തുടക്കം. സംസ്ഥാന മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രിയും പ്രതിഷേധ വേദിയിലെത്തി. ഇതേ വേദിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മന്ത്രിമാരും ഇടത് എംപിമാരും MLA-മാരും നാളെ പ്രതിഷേധിക്കുക. കേന്ദ്രത്തിനെതിരായ കേരളത്തിന്റെ സമരത്തിന് പിന്തുണയെന്ന് കർണാടക കോൺഗ്രസ് വ്യക്തമാക്കുന്നു. We are asking for our rights. It is purely our right. Whatever the percentage we are supposed to get, we are getting only 13%. We don't let some other states also be benefited. I don't mind. Kerala government has written to my chief minister. We have an assembly session. Lot of issues are there. After all, they are our neighbors. They are our neighbors. We respect them. They are contributing to the world's economy, country economy. We are all out to come together and fight for the justice. We have to get whatever our share we have to get fairly. That's what we are doing. Whether Kerala, Tamil Nadu, Andhra or Telangana or any other states. കേരളത്തിലെ ഇന്റർണൽ മാറ്റേഴ്സ് ഞങ്ങളുടെ പാർട്ടി അപ്പോസ് ചെയ്യുന്നുണ്ടോ? അവരുടെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റിനെ പറ്റി അപ്പോസ് ചെയ്യുന്നുണ്ടോ? I know that thing. That is their decision. We are talking about the central government share. What we are getting is less. We are eligible to get more. That's what we are the thing. If the same cost, if not only Kerala, if other states also take, we have to support. യോജിച്ചുള്ള സമരത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന UDF നിലപാടിനെതിരെ LDF നേതാക്കൾ ഇന്നും വിമർശനവുമായി രംഗത്തെത്തി. എന്തിനാ ശിവകുമാറും കർണാടക മുഖ്യമന്ത്രിയും നാളെ ഇവിടെ വരുന്നത്? അവരുടെ പങ്ക് ഉണ്ടായത് കൊണ്ടാണോ കർണാടകത്തിൻ്റെ വികസന കാര്യങ്ങളിൽ സഹായിക്കുന്നില്ല, അവഗണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരിവിടെ വരുന്നത്? ഇനി കേരളത്തിൻ്റെ കാര്യമെടുക്കാം. കേരളത്തിൻ്റെ ഇന്ന് വരെയുള്ള ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു പദ്ധതിയോട് സഹകരണാത്മകമായ നിലപാട് UDF സ്വീകരിച്ചിട്ടുണ്ടോ? കേരള ജനതയുടെ വിരുദ്ധ നിലപാട്, ജനങ്ങൾക്കെതിരായിട്ടുള്ള വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന, ജനവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ കോൺഗ്രസിൻ്റെ പ്രഖ്യാപനമായിട്ട് അത് കണ്ടാൽ മതി. ഇതെന്താണ് രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നത്? എല്ലാവർക്കും മനസ്സിലാവുന്നൊരു കാര്യമില്ല. ഇപ്പോൾ 2 വർഷം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കേരളം നമ്മളോടൊരു ചിട്ടമ്പ നയമാണ് കാണിക്കുന്നത്. ഇന്ന് മറ്റ് സംസ്ഥാനങ്ങൾ ഇത് അംഗീകരിച്ചിരിക്കുന്നു. ഒരു അന്ധമായ എതിർപ്പ്, രാഷ്ട്രീയ പ്രേരിതമായ എതിർപ്പ്. പ്രതിപക്ഷം സ്വീകരിക്കുന്ന ഒരു സമീപനം ഈ ഘട്ടത്തിൽ അത് അത്ര ഉചിതമാണെന്ന് കരുതുന്നുണ്ടോ? ജനങ്ങൾ തീരുമാനിക്കട്ടെ, ഇത് ശരിയാണോ? കേരളത്തോട് നമുക്ക് മുന്നോട്ട് പോകണ്ടേ? നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ UGCയുടെ ഗ്രാൻറ്റുകളും UGC സഹായങ്ങളും ലഭിക്കണ്ടേ? ഡൽഹിയിൽ നിന്ന് R. അച്യുതൻ കൂടുതൽ വിവരങ്ങൾ നൽകും. അച്യുതൻ, ഇപ്പോൾ ജന്തർ മന്ദറിലെ വേദിയിൽ കർണാടകയുടെ സമരം നടക്കുന്നു. മുഖ്യമന്ത്രിയുണ്ട്, ഉപമുഖ്യമന്ത്രിയുണ്ട്, ജനപ്രതിനിധികളുണ്ട്. ആ പ്രതിഷേധം നടക്കുന്നു. നാളെ അതേ വേദിയിലാണ് കേരള മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും ഒക്കെ കേന്ദ്രവിരുദ്ധ സമരത്തിനെത്തുന്നത്. കർണാടക കേരളത്തെ പിന്തുണയ്ക്കുന്നു. ഈ വിഷയത്തിൽ കേരളത്തിൻ്റെ നിലപാടും കർണാടകയുടെ നിലപാടും ഒന്ന് എന്ന് പറയുന്നു. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് അക്കാര്യത്തിൽ എടുക്കുന്ന നിലപാട് അത് ആഭ്യന്തര കാര്യമാണ്, അത് അവരോട് ചോദിക്കണമെന്ന് നേതാക്കൾ പറയുന്നു. അപ്പോൾ കർണാടകയും കേരളവും ഏതാണ്ട് ഇതേ സമാന ആശയവിനിമയം നടത്തുമ്പോൾ കേരളത്തിലെ കോൺഗ്രസിന് അതുണ്ടാക്കുന്ന പ്രതിസന്ധി ചെറുതായിരിക്കില്ല. എന്തൊക്കെയാണ് ഡൽഹിയിലെ ഈ കേന്ദ്രവിരുദ്ധ സമരത്തിനകത്ത് നടക്കുന്ന രാഷ്ട്രീയ ചർച്ചകളുടെ ഒരു സ്വഭാവം? വിജയകുമാർ, ഇന്ന് 11 മണിയോടുകൂടിയാണ് ഈ കേന്ദ്രത്തിനെതിരായ കർണാടക സർക്കാരിന്റെ സമരം അത് ഡൽഹിയിലെ ജന്തർ മന്ദറിൽ ആരംഭിച്ചത്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, ഒപ്പം തന്നെ മറ്റ് MLA-മാർ, MPമാർ, MLC-മാർ അങ്ങനെയുള്ള ജനപ്രതിനിധികളാണ് ഈ സമരത്തിന്റെ ഭാഗമായി പങ്കെടുക്കുന്നത്. ചില നിയന്ത്രണങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ അംഗങ്ങളെ ഉൾക്കൊള്ളിച്ച ഒരു സമരത്തിലേക്ക് കടക്കുവാൻ കഴിയില്ല എന്നുള്ളത് തുടക്കത്തിൽ തന്നെ DK ശിവകുമാർ വ്യക്തമാക്കിയതാണ്. പ്രധാനമായും കർണാടക സർക്കാർ ആരോപിക്കുന്നത് കൃത്യമായി സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് നികുതി വിഹിതം നൽകിയിട്ടുണ്ട്, പക്ഷേ അതിന് അർഹതപ്പെട്ട തുക തിരികെ ലഭിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം ആവർത്തിക്കുന്നത്. നിർമ്മല സീതാരാമൻ സംസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്ന നിർമ്മല സീതാരാമൻ സംസ്ഥാന താല്പര്യങ്ങൾക്ക് കൂടി പ്രവർത്തിക്കണം എന്നും DK ശിവകുമാർ ആരോപിച്ചു. എന്നാൽ സിദ്ധരാമയ്യ പറഞ്ഞത് 100 രൂപ കൊടുക്കുമ്പോൾ 30 രൂപ സംസ്ഥാനത്തിന് കിട്ടേണ്ടതുണ്ടെങ്കിൽ ആ 30 രൂപ പോലും കിട്ടുന്നില്ല. പല തവണയായി ഇതുമായി ബന്ധപ്പെട്ട ധനകാര്യ മന്ത്രാലയത്തെ സമീപിച്ചു, പക്ഷേ ഇതുവരെയും ഒരു രൂപ പോലും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ സമരവുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്ന ആരോപണം. എന്നാൽ മറുവശത്ത് ഈ പറഞ്ഞതുപോലെ തന്നെ കേരള സർക്കാരിൻ്റെ സമരം അത് നാളെ ഇതേ ജന്തർ മന്ദറിലാണ് നടക്കാനിരിക്കുന്നത്. പൊതുവെ സംസ്ഥാനത്ത്
UDF സമരത്തെ പിന്തുണയ്ക്കുന്നില്ല. അതുമായി ബന്ധപ്പെട്ട കർണാടക കോൺഗ്രസ് നേതാക്കളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് കേരളത്തിന്റെ സമരത്തിന് പൂർണ്ണ പിന്തുണ നൽകുന്നു. ഇവിടെ പ്രശ്നം ഒന്നാണ്. കാരണം കേന്ദ്രം സാമ്പത്തിക പ്രതിസന്ധികൾ, ഒരു ഞെരുക്കം സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രശ്നം ഒന്നാണ്. ഒപ്പം തന്നെ അയൽ സംസ്ഥാനമാണ്, അവരൊപ്പം തന്നെ നിൽക്കുമെന്നുള്ള പ്രതികരണമാണ് DK ശിവകുമാർ നടത്തിയിരിക്കുന്നത്. പൂർണ്ണ പിന്തുണ നൽകുന്നു. ഇതേ തരത്തിലുള്ള മറുപടിയാണ് കർണാടക മന്ത്രി KJ ജോസഫും നമ്മൾ 24-നൊപ്പം പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും സമരത്തിന് കർണാടക കേരളത്തിനെ പിന്തുണയ്ക്കുമ്പോൾ സംസ്ഥാനത്തെ UDF ഇപ്പോഴും വിയോജിപ്പ് രേഖപ്പെടുത്തിയാണ് രംഗത്തുള്ളത്. അതിൽ ഈ LDF കൺവീനറടക്കം വിമർശനങ്ങൾ UDFിനെതിരെ ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും നാളെ ഇതേ സ്ഥലത്താണ് കേരള സർക്കാരിന്റെ സമരം ആരംഭിക്കുക. യെസ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വൈകിട്ട് 4 മണിക്ക് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ കേന്ദ്ര വിരുദ്ധ സമരത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കും. സമരത്തിൽ UDFിനെ ക്ഷണിച്ചിരുന്നു. UDF നേതാക്കൾ അതിൽ പങ്കെടുക്കുന്നില്ല. കോൺഗ്രസ് നേതാക്കളെയും ക്ഷണിച്ചിരുന്നു. ഡൽഹിയിലെ നേതാക്കളും പങ്കെടുക്കുന്നില്ല. കർണാടക ഈ സമരത്തെ, കേരളത്തിൻ്റെ സമരത്തിന് ഒപ്പമാണ്, ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നുണ്ടെന്ന് ഉപമുഖ്യമന്ത്രിയും KJ ജോർജ് മുതിർന്ന മന്ത്രിയുമൊക്കെ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ വിഷയത്തിൽ നടക്കാനിരിക്കുന്ന രാഷ്ട്രീയ ചർച്ചകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇന്നത്തെ മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്കാണ് വാർത്താമഴ കടക്കുന്നത്. ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ CBI അന്വേഷണം തള്ളിയ ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് കുടുംബം അറിയിച്ചു. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുമെന്ന് പിതാവ് മോഹൻദാസ് പറഞ്ഞു. മകളുടെ മരണത്തിൽ പല കാര്യങ്ങളിലും സംശയമുണ്ട്. പോലീസിന്റെ സാന്നിധ്യത്തിൽ നടന്ന കൊലപാതകത്തിൽ അവരെ മാറ്റി നിർത്തി അന്വേഷണം നടത്തിയാൽ സത്യം പുറത്തു വരില്ല എന്നാണ് കുടുംബത്തിന്റെ നിലപാട്. മകൾക്ക് 4.5 മണിക്കൂറോളം ചികിത്സ ലഭിച്ചില്ലെന്നും സത്യം പുറത്തു വരണമെങ്കിൽ CBI അന്വേഷണം വേണമെന്നും പിതാവ് മോഹൻദാസ് പറഞ്ഞു. നമ്മൾ ആ റിപ്പോർട്ടിലേക്ക് വരും, ആ പ്രതികരണത്തിലേക്ക് വരും. ഇപ്പോൾ ഈ കാണുന്നത് പൂപ്പാറയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെ കയ്യേറ്റമൊഴിപ്പിക്കൽ അത് പ്രതിഷേധത്തിൽ കലാശിച്ചു. അവിടെ പ്രതിഷേധിച്ച വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ആ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. കയ്യേറ്റമൊഴിപ്പിക്കൽ അതിനോടനുബന്ധിച്ച് അവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു. വ്യാപാരികളൊക്കെ വലിയ പ്രതിഷേധവുമായി അവിടെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. പ്രതിഷേധിക്കാൻ എത്തിയവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. അതിനുശേഷം കയ്യേറ്റമൊഴിപ്പിക്കൽ നടപടികളുമായി റവന്യൂ വകുപ്പ് മുന്നോട്ട് പോകും. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. എബിൻ ജോസ് വിവരങ്ങൾ നൽകും. എബിൻ, പ്രതിഷേധക്കാരെ മുഴുവൻ അവിടെ നിന്ന് നീക്കിയോ? ഇനിയിപ്പോൾ കയ്യേറ്റമൊഴിപ്പിക്കലിലേക്ക് കടക്കുമോ റവന്യൂ വകുപ്പും പോലീസ് സംഘവും? വിജയകുമാർ, കയ്യേറ്റമൊഴിപ്പിക്കൽ നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ്. രാവിലെ മുതൽ ഈ വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടെ സീല് ചെയ്ത് ആളുകളെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നടപടികളാണ് നടക്കുന്നത്. പ്രതിഷേധക്കാരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. സാവകാശം ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു വ്യാപാരികളടക്കം പ്രതിഷേധമായി രംഗത്ത് വന്നിരുന്നത്. 7 ദിവസം സാവകാശം നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം. എന്നാൽ ഹൈക്കോടതി നിർദ്ദേശമുള്ളതുകൊണ്ട് ഇത്തരത്തിൽ സാവകാശം അനുവദിക്കാൻ ആകില്ല എന്ന് സബ് കളക്ടർ തന്നെ വ്യാപാരികളോട് നേരിട്ട് പറഞ്ഞു. അതിനുശേഷവും പ്രതിഷേധിച്ച ഈ കടകളിലേക്ക് റവന്യൂ ഉദ്യോഗസ്ഥരെത്തുമ്പോൾ ഒഴിപ്പിക്കൽ നടപടികൾക്ക് തടസ്സം നിന്ന് വ്യാപാരികളെ അടക്കമാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇപ്പോൾ നിലവിൽ റവന്യൂ വകുപ്പിൻ്റെ നടപടികൾ പുരോഗമിക്കുകയാണ്. ഈ കയ്യേറ്റം 56 കെട്ടിടങ്ങളാണ് കയ്യേറ്റ ഭൂമിയിലുള്ളതായി കണ്ടെത്തിയിരിക്കുന്നത്. ഈ കെട്ടിടങ്ങൾ ഒഴിപ്പിച്ച് സീൽ ചെയ്യുന്ന നടപടികളാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ പച്ചക്കറി പഴം വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവർക്ക് ചെറിയ സാവകാശം നൽകിയിട്ടുണ്ട്. ഈ സാധനങ്ങൾ വിറ്റ് ഒഴിയുന്ന രീതിയിൽ മാത്രമാണ് ഈ കടകൾ അടപ്പിക്കുകയുള്ളൂ. മറ്റ് വീടുകളിൽ താമസിക്കുന്ന ആളുകൾക്കും സാവകാശം നൽകിയിട്ടുണ്ട്. മറ്റൊരു സ്ഥലം കണ്ടെത്തുന്ന വരത്തേക്ക് താമസിക്കാമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഏതായാലും പ്രതിഷേധിച്ച ആളുകളെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത് മാറ്റിയിട്ടുണ്ട്. വിജയകുമാർ, ഇവൻ ഇപ്പോഴവിടെ സമാധാനപരമായി കാര്യങ്ങൾ നടക്കുകയാണല്ലേ? പ്രതിഷേധക്കാരെ നീക്കി റവന്യൂ വകുപ്പും പോലീസും അവർക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശമനുസരിച്ച് ഈ കടകൾ ഒഴിപ്പിക്കുന്നു, സീല് ചെയ്യുന്നു. ഇളവ് അനുവദിക്കാവുന്നവർക്ക് ഇത്ര ദിവസത്തെ ഇളവ് എന്നത് പറയുന്നു. ആ മട്ടിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണല്ലേ? തീർച്ചയായും വിജയകുമാർ, ഈ കയ്യേറ്റ ഭൂമിയിലുണ്ടായിരുന്നു കണ്ടെത്തിയിരിക്കുന്ന 56 കെട്ടിടങ്ങളും ഇന്ന് ജില്ലാ ഭരണകൂടം ഏറ്റെടുക്കും. പക്ഷേ നിലവിൽ നേരത്തെ പറഞ്ഞ കണക്ക് വീടുകളിലുള്ളവർക്ക് ഒഴിഞ്ഞു പോകുവാൻ സൗകര്യമൊരുക്കും. പക്ഷേ ഈ കെട്ടിടങ്ങൾ ഏറ്റെടുത്ത് സീൽ ചെയ്യുന്ന നടപടികൾ ഇന്ന് തുടരും. അതിനിടെയാണ് പ്രതിഷേധമുണ്ടായത്. പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചില കടകളിലേക്ക് ചെല്ലുമ്പോൾ വ്യാപാരികളടക്കം പ്രതിഷേധവുമായി രംഗത്തുണ്ട്. അത്തരം ആളുകളെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയതിനു ശേഷം റവന്യൂ വകുപ്പിൻ്റെ നടപടികൾക്ക് എല്ലാ സുരക്ഷയും ഒരുക്കിയാണ് ഇപ്പോൾ പോലീസ് ചെയ്യുന്നത്. ഏതായാലും
സ്ഥലത്ത് നിലവിൽ സമാധാനപരമായാണ് മുന്നോട്ട് പോകുന്നത്. നേരത്തെ വ്യാപാരികളുടെ നേതൃത്വത്തിൽ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. ആ പോലീസിൻ്റെ വലിയ സന്നാഹമുള്ളതുകൊണ്ട് തന്നെ അത്തരം പ്രതിഷേധങ്ങളെയും പോലീസ് തടയുകയാണ് വിജയകുമാർ ചെയ്തത്. ഇടുക്കി പൂപ്പാറയിൽ കയ്യേറ്റമൊഴിപ്പിക്കൽ നടപടികൾ റവന്യൂ വകുപ്പ് തുടരുകയാണ്. പ്രതിഷേധിച്ചവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. അവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ ഏതാണ്ട് കാര്യങ്ങൾ സമാധാനപരമാണ്. റവന്യൂ വകുപ്പ് കയ്യേറ്റമൊഴിപ്പിക്കൽ തുടരുന്നു. എബിൻ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്ത വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്. ഡോക്ടർ വന്ദന ദാസിന്റെ കൊലപാതക കേസിൽ CBI അന്വേഷണം തള്ളിയ ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്നാണ് കുടുംബം അറിയിച്ചത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുമെന്ന് പിതാവ് മോഹൻദാസ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. നമുക്ക് കൊന്നുകളഞ്ഞതാ, അല്ലാതെ എല്ലാവരും കൂടി കൊന്നുകളഞ്ഞതാ. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ സത്യനീതി ജയിക്കാൻ വേണ്ടി ചെയ്യുക. അത് എനിക്ക് ഞങ്ങൾക്ക് പറയാനുള്ളൂ. നിങ്ങളൊക്കെ ആരോഗ്യപരമായിട്ട് ഒരു കുഴപ്പമില്ല. ഇപ്പം എല്ലാം വളരെ മോശമാണ്. ടോബി ജോൺസൺ കോട്ടയത്തു നിന്ന് വിവരങ്ങൾ നൽകും. ടോബി, അദ്ദേഹം പറയുന്നത് സർക്കാരിനോട് ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ വിയോജിപ്പുണ്ടായിരുന്നില്ല, അന്വേഷണവുമൊക്കെയായി ബന്ധപ്പെട്ട് സർക്കാരിനെ വിമർശിച്ചിട്ടില്ല. പക്ഷേ CBI അന്വേഷണം വന്നപ്പോൾ സർക്കാർ അതിനെ വല്ലാതെ എതിർത്തു. കോടതിയിൽ അത്തരമൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല, അങ്ങനെ എതിർക്കേണ്ടതില്ല. അതിലെ ചില വീഴ്ചകളൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. പോലീസിൻ്റെ ഇടപെടൽ, ആശുപത്രിയിലെത്തിക്കാനുണ്ടായ കാലതാമസം. ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. എന്തൊക്കെയാണ് ആ കുടുംബം ഈ ഘട്ടത്തിലും ഉന്നയിക്കുന്ന അവരുടെ സംശയങ്ങൾ, അവരുടെ വിമർശനങ്ങൾ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതാദ്യമായിട്ടാണ് ഇവരുടെ വന്ദനയുടെ മാതാപിതാക്കൾ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഈ സംഭവം നടന്നതിന് ശേഷം പലതവണ നമ്മൾ ഇവരുടെ പ്രതികരണം ശ്രമിച്ചുവെങ്കിലും പരസ്യമായ ഒരു പ്രതികരണത്തിന് അല്ലെങ്കിൽ ആരെങ്കിലും വിമർശിക്കുന്നതിനോ ഒന്നും അവർ തയ്യാറായിരുന്നില്ല. നേരെ മറിച്ച് അവർ ഒരു നിയമ പോരാട്ടത്തിലേക്ക്, അതായത് ഈ CBI അന്വേഷണം വേണം, അതായത് നിലവിൽ അന്വേഷിക്കുന്ന പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ല എന്നും അതുകൊണ്ട് തന്നെ CBI അന്വേഷണമാണ് ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരാൻ അനിവാര്യമെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഹൈക്കോടതി ഇന്നലെ ഈ ഹർജി തള്ളിയ സാഹചര്യത്തിലാണ് ഇതിലൊരു അപ്പീൽ പോകാൻ വേണ്ടി ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗുരുതര ആരോപണങ്ങൾ, അതായത് ഈ അന്വേഷണം കൃത്യമായി നടന്നില്ല, FIR എടുത്തതിൽ പോലും കൃത്യമായി വിവരങ്ങൾ രേഖപ്പെടുത്തിയില്ല എന്നതടക്കമുള്ള വലിയ വിമർശനങ്ങളുണ്ട്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കാര്യമായിട്ടുള്ള ഒരു എതിർപ്പ്, സഹായങ്ങളൊന്നും ലഭിച്ചില്ല. ഒപ്പം തന്നെ ഹൈക്കോടതിയിൽ സർക്കാർ ഇതിനെ വലിയ രീതിയിൽ എതിർക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. അതാണ് ഇവരെ കൂടുതൽ വേദനിപ്പിച്ചത്. എന്തിനാണ് സർക്കാർ ഇത്തരത്തിൽ ഒരു പിടിവാശി ഈ കോടതിയിൽ സ്വീകരിച്ചത്? CBI അന്വേഷണം പല കേസുകളിലും നടക്കാറുണ്ട്, അതിനൊക്കെ സർക്കാർ അനുമതി നൽകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ CBI അന്വേഷണത്തെ സർക്കാർ ഇത്ര പിടിവാശിയോടുകൂടി എതിർത്തത്, പോലീസ് എതിർത്തത് എന്തിനെന്നുള്ള ചോദ്യമാണ്. ഇതിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ടെന്ന് പോലും അവർ പറയുന്നു. അതിനുള്ള ചില കാരണങ്ങൾ കൂടി പറയുന്നുണ്ട്. IMA അടക്കമുള്ള സംഘടനയെയും ചോദ്യത്തിന്റെ മുനയിൽ നിർത്തുന്നുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾ, ഒപ്പം തന്നെ വന്ദനയ്ക്ക് ചികിത്സ ലഭിക്കാൻ വൈകി, അരമണിക്കൂർ കൊണ്ട് ആശുപത്രിയിൽ എത്തേണ്ടതിന് പകരം 1.5 മണിക്കൂർ എടുത്താണ് ആശുപത്രിയിൽ എത്തിച്ചത്. അങ്ങനെ 4.5 മണിക്കൂറോളം മൊത്തം ചികിത്സ വൈകി എന്നതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്. ശരി ടോബി, എന്തായാലും ആ കുടുംബം അവരുടെ ആരോപണങ്ങളിൽ, സംശയങ്ങളിലൊക്കെ ഉറച്ചു നിൽക്കുകയാണ്. CBI അന്വേഷണം വേണ്ടെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുന്നു. സർക്കാർ ഈ ഹർജി എതിർത്തതിനോടുള്ള വിയോജിപ്പ് കൂടി ഡോക്ടർ വന്ദനയുടെ പിതാവ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വളരെ വിഷമത്തോടെ പങ്കുവയ്ക്കുകയും ചെയ്തു. ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിയത്. വാർത്താമഴ തുടരും ഇടവേളയ്ക്ക് ശേഷം. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. മാസപ്പടി വിവാദത്തിൽ ഗുരുതര വെളിപ്പെടുത്തലുകളുമായി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനി എക്സാലോജിക്കും CMRലും തമ്മിൽ ചട്ടവിരുദ്ധമായ ഇടപാടുകൾ നടന്നതിന്റെ തെളിവുകൾ ലഭിച്ചെന്നാണ് SFIO സൂചിപ്പിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തികൾക്കും നൽകിയ പണം സംബന്ധിച്ച കണക്കുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. സെബി ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പലർക്കും പണം കറൻസിയായി നൽകിയെന്നാണ് കണ്ടെത്തൽ. തെളിവ് ശേഖരണം ഇന്നും തുടരും. ശ്രീകാന്ത് ആണ് വിവരങ്ങളുമായി ചേരുന്നത് കൊച്ചിയിൽ നിന്നും. ശ്രീകാന്ത്, അടുത്ത നടപടി എന്തായിരിക്കും? ഇതിപ്പോൾ CMRലെ വിവരശേഖരണം, ആദായ നികുതി വകുപ്പ് ഓഫീസിൽ നിന്ന് വിവരശേഖരണം, അതുമാത്രമാണ് നടന്നത്. ഇനിയാണല്ലോ ചോദ്യം ചെയ്യലടക്കം കേന്ദ്ര ഏജൻസി അവരുടെ നടപടിയിലേക്ക് കടക്കുക. അതുണ്ടാകും എന്നാണോ കരുതേണ്ടത് ഇപ്പോൾ? വിജയകുമാർ, 6 അംഗ സംഘമാണ് ഈ അന്വേഷണത്തിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നത്. അതിൽ 4 പേർ തിരികെ പോയി കഴിഞ്ഞു. 2 പേർ ഇന്നത്തെ പരിശോധന കൂടി പൂർത്തിയാക്കി തിരികെ മടങ്ങും എന്നാണ് വ്യക്തമാകുന്നത്. ഇനി ഈ ശേഖരിച്ച വിവരങ്ങളെല്ലാം അത് ക്രോഡീകരിച്ച് ഒരു റിപ്പോർട്ട് കേന്ദ്ര
കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് കൈമാറും. അവരാണ് ഇത് പരിശോധിച്ച് പഠിച്ച ശേഷം ഇക്കാര്യത്തിൽ തുടർ നടപടി നിർദ്ദേശിക്കുക. കിട്ടുന്ന വിവരമനുസരിച്ച് മുഖ്യമന്ത്രിയുടെ മകളടക്കമുള്ളവരെ ചോദ്യം ചെയ്യാൻ നോട്ടീസ് വൈകാതെ നൽകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അക്കാര്യം SFIO സ്ഥിരീകരിക്കുന്നില്ല. പക്ഷേ അടുത്ത നടപടി അതാണ് എന്ന തരത്തിൽ വാർത്തകൾ, റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവർ നടത്തിയ പരിശോധനയുടെ ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. മാസപ്പടി കേസിൽ സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച രേഖകളാണ് ഇവർ കൂടുതൽ പരിശോധിക്കുകയുണ്ടായത്. വിവിധ വ്യക്തികളുമായും സംഘടനകളുമായും നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ പരിശോധിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തികൾക്കും നൽകിയ പണം സംബന്ധിച്ച കണക്കുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം. എക്സാലോജിക്കുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ വിശദാംശങ്ങളും സംഘം ചോദിച്ചറിഞ്ഞു എന്ന് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. ശ്രീകാന്ത്, ഇപ്പോൾ നമുക്കൊരു പ്രധാന വാർത്തയിലേക്ക് പോകേണ്ടതുണ്ട്. കോഴിക്കോട് NIT-യിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഏതാണ്ട് സംഘർഷത്തിലേക്ക് നീങ്ങുന്നു എന്ന സൂചനയാണ് വരുന്നത്. അത് പോലീസ് ബാരിക്കേഡുകൾ വെച്ച് പ്രതിഷേധക്കാരെ തടഞ്ഞിട്ടുണ്ടെങ്കിലും പ്രതിഷേധക്കാർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. പ്രതിഷേധം തുടരുകയാണ്. നേരത്തെ രാവിലെ DYFIയുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു. അതും നേരിയ തോതിൽ സംഘർഷത്തിലാണ് കലാശിച്ചത്. അതിനുശേഷമാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ഉണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധവും അവിടെ നടന്നിരുന്നു. അതിൻ്റെ തുടർച്ചയാണ് ഇന്ന് നടക്കുന്ന ഈ പ്രതിഷേധ പരിപാടികൾ. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ നൽകും. അഭിജിത്ത്, പ്രതിഷേധക്കാർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല എന്നാണോ കരുതേണ്ടത്, അതോ സമരം അവസാനിപ്പിച്ച് അവർ മടങ്ങുകയാണോ? ഇതിനോടകം ജലപീരങ്കി പ്രയോഗിച്ചു എന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായും ചെറിയ രീതിയിലുള്ളൊരു സംഘർഷം നിലവിൽ NIT ക്യാമ്പസിന് മുൻവശത്തുണ്ടായി. പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും നേരിയ രീതിയിൽ ഉന്തും തള്ളും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അല്പസമയം മുൻപാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ പ്രൊഫസർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് NIT ക്യാമ്പസിന് മുൻവശത്തേക്ക് പ്രവർത്തകരെത്തിയത്. പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് പ്രവർത്തകരെ തടഞ്ഞിരുന്നു. ഇതിനിടയിലാണ് ബാരിക്കേഡിന് മുകളിൽ കൂടി അകത്തേക്ക് പ്രവേശിക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിച്ചത്. ഇതിനിടെ പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതിനിടെ പോലീസിനു നേരെ ഈ പ്രവർത്തകർ കല്ലും ചെരുപ്പും വടികളും വലിച്ചെറിയുന്ന ഒരു സാഹചര്യം കണ്ടു. നിലവിൽ പ്രവർത്തകർ സംയമനം പാലിച്ചിട്ടുണ്ട്. അവർ ഒരു വശത്ത് നിലവിൽ കൂടി നിൽക്കുകയാണ്. ഈ ഒരു പ്രതിഷേധം തൽക്കാലം അവർ ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നുണ്ട്. നേരത്തെ സമാനമായ രീതിയിൽ DYFIയുടെ നേതൃത്വത്തിലും ഈ ക്യാമ്പസിനകത്തേക്ക് ഒരു പ്രതിഷേധ പ്രകടനം ഉണ്ടായിരുന്നു. DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. വലിയ രീതിയിലുള്ള DYFI പ്രവർത്തകരുടെ ഒരു പ്രതിഷേധത്തിനാണ് നേരത്തെ ഈ ഒരു NIT ക്യാമ്പസിന്റെ മുൻവശം സാക്ഷ്യം വഹിച്ചത്. ഏതായാലും ഈ ഒരു ഗോഡ്സെ അനുകൂല പരാമർശത്തിൽ പ്രൊഫസർ ഷൈജ അണ്ടവനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ഈ പ്രൊഫസർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നൊരാവശ്യമാണ് വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഉയരുന്നത്. നിലവിൽ കുന്നമംഗലം പോലീസ് ഈ പ്രൊഫസർക്കെതിരെ കലാപാഹ്വാനത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായും ഈ വിഷയത്തിൽ ഈ പ്രൊഫസറുടെ കമന്റ്, ഫേസ്ബുക്കിൽ വന്ന കമന്റ് പ്രൊഫസർ തന്നെ കമന്റ് ചെയ്തതാണ് എന്ന കാര്യം തെളിയിക്കേണ്ടതുണ്ട്. അതിനായി മെറ്റയെയും ഒപ്പം തന്നെ സൈബർ സെല്ലിനെയും പോലീസ് സമീപിച്ചിട്ടുണ്ട്. ഇവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ വന്നതിന് ശേഷമായിരിക്കും ഈ തുടർ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുക. വിവരങ്ങൾ നൽകിയത്. ഗോഡ്സെ പ്രകീർത്തനത്തിൽ പ്രൊഫസർ ഷൈജ ആണ്ടവനെതിരെ നടപടി വേണം എന്ന ആവശ്യം ഉന്നയിച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം NIT-യിലേക്ക് നടന്നത്. നേരത്തെ DYFIയുടെ പ്രതിഷേധവും നടന്നിരുന്നു. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. വിദേശ സർവകലാശാല പ്രഖ്യാപനം ഉൾപ്പെടെ ബജറ്റിലെ സുപ്രധാന നിർദ്ദേശങ്ങളിൽ കൂടിയാലോചന നടക്കാത്തതിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് അതൃപ്തി. സുപ്രധാന നയമാറ്റമായതിനാൽ ചർച്ച വേണമെന്നാണ് വകുപ്പിന്റെ നിലപാട്. അന്താരാഷ്ട്ര കോൺക്ലേവ് നടത്താനുള്ള തീരുമാനവും ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന് ചുമതല എന്ന തീരുമാനവും ചെയർപേഴ്സണായ മന്ത്രി അറിഞ്ഞില്ല. വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യ നിക്ഷേപമാകാമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. എല്ലാം പൊതുമേഖലയിലാകണമെന്ന് നിർബന്ധം പിടിക്കേണ്ടതില്ല. സ്വകാര്യ മൂലധനം ഉപയോഗിച്ച് കേരളത്തെ വളർത്തണം. പൊതുമൂലധനം സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതിനെ CPM എതിർത്തതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. VA ഗിരീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, ഇക്കാര്യത്തിൽ എന്താണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ആശങ്കകൾ, പരാതികൾ? മന്ത്രി അറിയാതെ സുപ്രധാന നയമാറ്റം അല്ലെങ്കിൽ സുപ്രധാന തീരുമാനങ്ങൾ ബജറ്റിൽ പ്രഖ്യാപിച്ചു എന്നാണോ കരുതേണ്ടത്? അങ്ങനെയാണെങ്കിൽ വളരെ ഗൗരവമുള്ള വിഷയമാണല്ലോ അത്.
വിജയകുമാർ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിലുള്ള രണ്ട് പ്രഖ്യാപനങ്ങളിലാണ് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിനും ഇക്കാര്യത്തിൽ അതൃപ്തിയുണ്ട്. ഒന്ന്, ബജറ്റിൽ പ്രഖ്യാപിച്ച വിദേശ സർവകലാശാലകൾ കേരളത്തിൽ തുടങ്ങുക എന്ന വിഷയം, മറ്റൊന്ന് അന്താരാഷ്ട്ര വിദ്യാഭ്യാസ കോൺക്ലേവ് നടത്തുക എന്ന വിഷയം. ഈ രണ്ട് വിഷയങ്ങളും നയംമാറ്റമാണ്. ഇതിപ്പോൾ സാധാരണഗതിയിൽ ധനമന്ത്രിക്ക് ഏത് വകുപ്പുമായി ബന്ധപ്പെട്ടും ഉള്ള പദ്ധതികൾ ബജറ്റിൽ കൂട്ടിച്ചേർക്കാം. പക്ഷേ ഇത്തരത്തിൽ സുപ്രധാനമായ നയംമാറ്റം വ്യക്തമാക്കുന്ന നടപടികളാകുമ്പോൾ വകുപ്പുമായി കൂടിയാലോചന നടത്തണം എന്ന് തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ നിലപാടെടുത്തിരിക്കുന്നത്. ഇതുമായി യാതൊരു തരത്തിലുള്ള ചർച്ചയും മന്ത്രിയുമായോ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായോ നടത്തിയിട്ടില്ല. എന്നാൽ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലുമായി ഇത്തരത്തിൽ ചില ചർച്ചകൾ നടത്തിയതായ ചില സൂചനകൾ വരുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാൻ രാജൻ ഗുരുക്കളുമായി ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം നിർദ്ദേശങ്ങളും പ്രഖ്യാപനങ്ങളും ബജറ്റിൽ ഇടം പിടിച്ചത് എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പക്ഷേ അപ്പോഴും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ ഇരുട്ടിൽ നിർത്തുകയായിരുന്നു എന്ന ആരോപണമാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഉന്നയിക്കുന്നത്. വിജയകുമാർ. യെസ്, സുപ്രധാന നയംമാറ്റം, വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ബജറ്റിൽ പ്രഖ്യാപിച്ചപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ, ആ വകുപ്പിനെ ഇരുട്ടിൽ നിർത്തി എന്ന വിമർശനം ഉയരുന്നുണ്ട്. അക്കാര്യത്തിലുള്ള അതൃപ്തി ആണ് പുറത്തു വരുന്നത്. അത് ഏത് തരത്തിലായിരിക്കും പാർട്ടി നേതൃത്വത്തെ അറിയിക്കുക, തുടർ ചർച്ചകൾ നടക്കുക എന്നതിൽ വിവരങ്ങളില്ല, സൂചനകളില്ല. പക്ഷേ ഈ നയമാറ്റം എന്നത് പാർട്ടി തീരുമാനമാണെന്ന് സംസ്ഥാന സെക്രട്ടറി ഇന്ന് ആവർത്തിച്ച് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. ഇനി കാണാം. ഗുഡ് ആഫ്റ്റർനൂൺ വിത്ത് ഹാഷ്മി.